കൈവശ ഭൂമിക്ക് പട്ടയം ആവശ്യപ്പെട്ട ഇടുക്കി തൊടുപുഴയിൽ 75കാർ നടത്തുന്ന സമരത്തിൽ ഇടപെട്ട റവന്യൂ മന്ത്രിയും. വിഷയത്തിൽ ജില്ലാ കളക്ടറോട് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ പട്ടയം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് അമ്മിണി അറിയിച്ചു. തൊടുപുഴയിലാണ് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് 75കാരി അമ്മിണി ബുധനാഴ്ച മുതൽ സമരം ആരംഭിച്ചത്. പട്ടയത്തിനായുള്ള അമ്മിണിയുടെ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. പിന്നാലെ തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. അമ്മിണിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ വിധിയുണ്ടായതാണ്. ഈ വിധിപ്പകർപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പട്ടയം നൽകാനാകൂ. നടപടിക്രമം മുഴുവൻ പാലിക്കേണ്ടതിനാൽ പട്ടയം നൽകാൻ കാലതാമസമെടുക്കുമെന്നും തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ പറഞ്ഞു. ആ വസ്തു സംബന്ധിച്ച് ഏകദേശം 3 കേസുകളും തൊടുപുഴ മുനിസിപ്പൽ കോടതിയിൽ ഉണ്ടായിരുന്നതും 2009 ഉള്ള കേസ് വിധിയാകുകയും ആ വിധിക്കെതിരെ അമ്മിണി എന്ന് പറയുന്ന കക്ഷി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും കീഴ്ക്കോടതിയുടെ വിധിയെ തന്നെ അനുകൂലിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പരിസരവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥരാണ് തനിക്ക് പട്ടയം ലഭിക്കാൻ തടസ്സമെന്നാണ് അമ്മിണിയുടെ വാദം. പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും ഇവർ വ്യക്തമാക്കി. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നെ നേരെ ഇങ്ങനെ നോക്കും. അത് ചെയ്യണം ന്യായമില്ല. 2020 അമ്മിണിക്ക് പട്ടയം നൽകാമെന്ന് ആലക്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ താലൂക്ക് ഓഫീസിലെ ചില ജീവനക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും ആക്ഷേപമുണ്ട്. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാലാണ് അമ്മിണി സമരം ആരംഭിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി.